ഇതാണ് ചുഹ എന്ന് വിളിക്കുന്ന അങ്കാമി നാഗകളുടെ പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥം. നമ്മുടെ ഏരിയ തന്നെ. കേരളത്തെക്കുറിച്ച് മറ്റൊരു സംസ്ഥാനത്തുള്ള ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ വ്യക്തിപരമായി സന്തോഷം തോന്നാറുണ്ട്. അതൊരു രാഷ്ട്രീയം കൂടിയാകുമ്പോൾ ഞാൻ കൂടുതൽ ചോദിക്കുകയും ചെയ്യും. ചേപ്ര പരിപാടിയാണ് ആത്മരഥയുടെ മറ്റൊരു വേഷൻ. ഇത് ഭാരത് ഭായ് നേപ്പാളിൽ നിന്നും കോഹിമയിലെത്തി വർഷങ്ങളായി ഇവിടെ ജീവിക്കുകയാണ്. ഇദ്ദേഹത്തിന് 2 മക്കളെയും വിവാഹം ചെയ്തിരിക്കുന്നത് മലപ്പുറം സ്വദേശികളാണ്. അവരിപ്പോൾ ദുബായിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. മലയാളി നാഗ വിവാഹങ്ങൾ ഒരു സമയത്ത് ഇവിടെ ധാരാളം നടന്നിരുന്നു. ഇന്നും ഉൾഗ്രാമങ്ങളിൽ ചെന്നാൽ നമ്മൾ നാഗാ സ്ത്രീകളെ വിവാഹം ചെയ്ത് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്ത മലയാളികളെ കാണാൻ സാധിക്കും. പക്ഷേ ഈ 2015 ശേഷം നടന്നൊരു വിവാഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് എനിക്കൊരു കൗതുകമുണ്ട്. കാരണം മലയാളികൾ നാഗാലാൻഡ് ഉപേക്ഷിച്ച് തുടങ്ങിയിട്ട് സമയം കൂടി ആയിരുന്നു അത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവരുടെ ബിൽഡിംഗ് ഓണറിൻ്റെ ഭാര്യയായിരുന്നു. ഇരുൾ വീണ് തുടങ്ങാറായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇന്നിനി കോഹിമയിൽ താമസിച്ച് നാളെയോ മറ്റന്നാളോ ദീമാപൂർ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രാമങ്ങളിലേക്ക് പോകാം. എന്തായാലും ഇന്നിവിടെ താമസിക്കാനേ വേണ്ടി വരും. മലയാളി എന്ന കൺസിഡറേഷനിൽ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ഞാനത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത്. നല്ല 1-2 ഹോട്ടലുകൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ഇവിടെ ഇറങ്ങുകയും ചെയ്തു. നാഗാലാൻഡിലെ ഭക്ഷണങ്ങളൊക്കെ ഭയങ്കര രസമുള്ളതാണ്. ഇത് പട്ടുനൂൽ പുഴുവാണ്. മരത്തിലുണ്ടാകുന്ന പുഴുവുണ്ട്, ഒച്ചുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് നാളെ മാവോ മാർക്കറ്റിൽ പോകുമ്പോൾ കാണാൻ പറ്റും. ഇത് പട്ടുനൂൽ പുഴുവാണ്. ആദ്യത്തെ ഡബ്ബയിലുള്ളത് ചീവിടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് നാളെ കാണാം എന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഇന്നെനിക്ക് പെട്ടെന്നൊരു സ്റ്റേ എടുക്കേണ്ടതുണ്ട്. ഹോസ്റ്റലിലേക്ക് പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് ഇത് നടക്കുന്നത്. ഇതാണ് പട്ടിയിറച്ചി. കാൽവിരൽ നോക്കിയാണ് പട്ടിയിറച്ചി തിരിച്ചറിയുക. രുചിയേക്കാൾ കൂടുതൽ മുറിവുണങ്ങാനും എനർജിക്കും വേണ്ടിയാണ് നാഗമരുത് കഴിക്കാറുള്ളത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം മൃഗസ്നേഹികൾ കാരണം കോഹിമയിൽ പട്ടിയിറച്ചിക്ക് ഒരു അപ്രഖ്യാപിത നിരോധനമുണ്ട്. ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ദൂരം പോകാനുണ്ട്. അങ്ങോട്ട് താഴത്തേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഈ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ മറ്റ് ഹോട്ടലുകളെല്ലാം കത്തി റേറ്റും എല്ലാം ഒക്കുപേടും ആണ്. അപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ എന്തായാലും എനിക്ക് കിട്ടാതിരിക്കില്ല. ഞാൻ സാധാരണ വന്ന് എടുക്കുന്നൊരു ഹോസ്റ്റലാണിത്. സമയം 6 മണി ആയിട്ടേ ഉള്ളൂ. ഇന്നലെ കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കും തണുപ്പ് കാരണം പുറത്തിറങ്ങാൻ സാധിച്ചില്ല. കയ്യിലിരുന്ന് ഫ്രൂട്ട്സ് കഴിച്ച് ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. ഇത് കോഹിമയിലെ സിറ്റി സർവീസ് സ്റ്റാൻഡാണ്. കിസാമ വരെയൊക്കെ ഇവർ പോകുന്നുണ്ട്. 10 രൂപയോ മറ്റുമാണ് ചാർജ് ചെയ്യാറുള്ളത് സാധാരണ. ചൊംതാങ് ഭാഗത്തേക്കും ട്വാൻസാങ് ഭാഗത്തേക്കുള്ള ബസ്സുകൾ, അത് ലോങ് ദൂരത്തേക്കുള്ള ബസ്സുകളാണ്. അതും ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നഗരം ഉണർന്നു വരുന്നേ ഉള്ളൂ. ഒരു ചായ കുടിച്ചിട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ. മാവോ മാർക്കറ്റിലേക്ക് കഷ്ടിച്ചൊരു 2 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. കുത്തനെയുള്ള കയറ്റമാണ് അങ്ങോട്ടുള്ള റോഡുകളൊക്കെ. ഈ തണുപ്പത്ത് നടന്നു കയറുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്.
അപ്പോൾ ഞാനൊരു ടാക്സി വിളിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയ നമ്മുടെ പോക്കറ്റ് ഒതുങ്ങുന്നൊരു ടാക്സി ഫെയർ കിട്ടുവാണെങ്കിൽ നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ടാക്സികളാണ് കോഹിമ നഗരത്തിലെ പൊതുഗതാഗതം നിയന്ത്രിക്കുന്നത്. ഇവിടെ ബൈക്ക് ടാക്സി ഉണ്ടായിരുന്നു, അത് എത്രത്തോളം സജീവമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, കഴിഞ്ഞ തവണ വന്നപ്പം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനത് ഉപയോഗിച്ചിരുന്നില്ല. ഇന്നലെ ഭാരത് ഭായ് പറഞ്ഞത് ടാക്സിക്ക് ഒരു 100 കൊടുത്താലും ആ മാർക്കിൽ ഇറക്കി തരുന്നതാണ്. 100 വേണമെങ്കിൽ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. मार्केट कितना है? 100 रुपये हो गया. ठीक है. ആ വലതുഭാഗത്ത് കാണുന്നത് വാർ സെമിറ്ററിയാണ്. കോഹിമയിലെ യുദ്ധ സെമിത്തേരിയാണത്. അവിടെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് മരിച്ച ആൾക്കാരുടെ ബോഡിയെല്ലാം അടക്കം ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാമെന്നാണ് കരുതുന്നത്. മാവോ മാർക്കറ്റ് ശരിക്കും എന്താണ് നാഗന്മാരുടെ ഭക്ഷണമെന്ന് നമുക്ക് കാണിച്ചു തരും. 2014 ശേഷം ഭക്ഷണത്തിന് രാഷ്ട്രീയം കൂടി നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഭക്ഷണ സംസ്കാരം എന്നത് ജാതീയതയുടെ കൂടി ഭാഗമാണ്. ഉണ്ടിട്ട് കുളിക്കുന്നതിനെ കണ്ടാൽ കുളിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ ജാതിയാണ് ചില ഭക്ഷണങ്ങൾ മോശവും ചിലപ്പോൾ നല്ലതെന്ന് നിശ്ചയിച്ചത്. മെയിൻലാൻഡ് ഇന്ത്യയിൽ നാഗാഗോത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നുള്ള ഒരു കാരണം ഈ മോശം ഭക്ഷണം കൂടിയാണ്. മഹാഭാരതത്തിൽ പറയുന്ന കിരാതന്മാർ പോലുള്ളവരെ അപരിഷ്കൃതമായി കാണിക്കുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചിട്ടുള്ളതാണ്. തിരിച്ചു കടിക്കാത്ത എല്ലാം കഴിക്കുന്നവരാണ് മലയാളികളെന്ന് പറയാറുണ്ട്. എന്നാൽ തിരിച്ചു കടിക്കുന്നതിനെ കൂടി കഴിക്കുന്നവരാണ് നാഗന്മാർ. എലിയും പട്ടിയും തുടങ്ങി കടന്നൽ വരെ കഴിക്കും. ഇത് മാവോ മാർക്കറ്റിലേക്കുള്ള വഴിയാണ്. ഇവിടെയും റോഡരികിൽ നിരന്നിരിക്കുന്ന സ്ത്രീകളെ കാണാം. പച്ചക്കറികളും ഫ്രൂട്ട്സും ഇലകളൊക്കെ വിൽപ്പനയ്ക്ക് ഉണ്ട് ഇവിടെ. പന്നിയിറച്ചിയുടെ കൂടെ കഴിക്കുന്ന ഇലകൾ, അതുപോലെ ചീര, കാട്ടുചീര, ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇവർ കഴിക്കാറുള്ളത് പച്ചക്കറി ഐറ്റംസിൽ. ഇത് കടന്നലുകളുടെ ലാർവയാണ്. നാഗന്മാരുടെ ഭക്ഷണത്തിലെ പ്രധാന ഐറ്റങ്ങളിലൊന്നാണ് ഇത്. ഭയങ്കര വിലയാണ് ഇതിന്. മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സംഭരിക്കുന്നത് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. പമ്പ് ഹൗസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് മാവോ മാർക്കറ്റ്. മാവോ മാർക്കറ്റ് പക്ഷേ തുറന്നിട്ടില്ല. അതിരാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കണം, കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ തുറക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതിന് പുറത്ത് കുറച്ച് ബോക്സുകൾ ഇരിപ്പുണ്ട്, പക്ഷേ മാർക്കറ്റ് തുറന്നിട്ടില്ല. ഒന്ന് കറങ്ങി വന്നാൽ തുറക്കുമായിരിക്കും. അപ്പം ഒന്ന് കറങ്ങി വന്നേക്കാം എന്നാണ് വിചാരിക്കുന്നത്. വെറുതെ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും മാർക്കറ്റ് തുറക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട് ഇവിടെ. ഇവിടെ കൂടുതലും മത്സ്യങ്ങളാണുള്ളത്. ഇതൊക്കെ ഇവിടുത്തെ തടാകങ്ങളിലൊക്കെ വളർത്തിയെടുക്കുന്നതായിരിക്കും. മത്സ്യങ്ങളുടെ പലതരം മത്സ്യങ്ങളുണ്ട്. കുറച്ചൊരു ഓറഞ്ചുണ്ട്, മറ്റു സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ. പച്ചക്കറികളിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ കവറിലാക്കി വെച്ചിരിക്കുന്നത് തവളയാണ്. 2 തരം തവളയുണ്ട്, ചെറുതും വലുതും ഉണ്ട്. പക്ഷെ രണ്ടിനും 200 രൂപയാണ് പറഞ്ഞത്. ഒന്നിൽ ചെറിയ തവളകളാണ്, ഒന്നിൽ 3 4 കാണത്തുള്ളൂ, മറ്റു ചെറിയ
തവളകളാണ്. Maybe 100. ठीक है ठीक है ठीक है लेगा नहीं देखने का लेके खाओ. कहाँ से आया? केरला केरला. Oh, ठीक है. Dito 50. इधर का है केरला இந்த பேரு പേര് ഇത് മാർക്കറ്റിന് പുറത്തുള്ള മറ്റൊരു മാർക്കറ്റാണ്. മാവ മാർക്കറ്റല്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ഭാഗമാണ് ഇവിടെ. ഇവിടെയും ഇലകളും പച്ചക്കറികളൊക്കെ തന്നെയാണ് കൂടുതലുള്ളത്. അതുപോലെ തവളയുണ്ട്, ഒച്ചുണ്ട്. മാർക്കറ്റ് തുറന്നിട്ടുണ്ടാവുന്നുള്ള ധാരണയിൽ വീണ്ടും മാർക്കറ്റിൻ്റെ പരിസരത്തിലേക്കാണ് പോകുന്നത്. മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് വെളുത്ത എലികളാണ്. ഒരെണ്ണത്തിന് 250 രൂപ. ഇതൊക്കെ ഫാമിൽ വളർത്തുന്നതാണ്, അല്ലാതെ നമ്മൾ ചുമ്മാ റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നൊന്നുമല്ല, ഫാമിൽ വളർത്തുന്നതാണ്. ഇത് ഗിനിപ്പന്നിയാണ്. ഗിനിപ്പന്നി ഒന്നിന് 600 രൂപയാണ് വില പറഞ്ഞത്. ആക്ച്വലി എലിയും ഗിനിപ്പന്നിയും ടേസ്റ്റിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഈ വില വ്യത്യാസം വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ ആസ്മ, ട്യൂബർകുലോസിസ്, ക്ഷയം പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണിത്. ആ ചേട്ടൻ പക്ഷികളെ മേടിക്കാൻ വേണ്ടി വന്നാണെന്ന് തോന്നുന്നു. പക്ഷികൾ തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാ. തവിട് നിറത്തിലുള്ളൊരു എലി ഉണ്ടോയെന്നാണ് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു എലിയാണ്. അതായത് ബാമ്പു മുളക്കുള്ളിൽ നിന്നും കിട്ടുന്ന ഒരു എലിയാണ്. അതിന് അത്യാവശ്യം വിലയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ലഭ്യത കുറവുണ്ട്. ഇത് പട്ടുനൂൽപ്പുഴു. ഇവിടെ ഇഞ്ചി, കൂണ്, പട്ടുനൂൽ പുഴു ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ടിന്നിന് ആണ് വില പറയുന്നത്. ആ ടിന്നിന് ഇത്ര വില എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്.
ഈ കച്ചവടക്കാരി വുഡ് വാം കൊണ്ടുവന്നാന്ന് തോന്നുന്നു. ഇന്നലത്തെ സെയിൽസ് കഴിഞ്ഞ് കൊണ്ടുപോയത് വീണ്ടും വെള്ളത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. പാത്രത്തിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണത്. നമ്മുടെ മരത്തിലുണ്ടാകുന്ന പുഴുക്കൾ. ഇത് ചീവിടാണ്. 150 രൂപ ഒരു ടിന്നിന്. 150 രൂപ നമ്മുടെ ചീവിടാണ് ഇത്. कितना का है? कैसा how much? Itu laga cup tu 150. 150 1 cup. 1 cup 150. Okay. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കടന്നലുകളുടെ ലാവകളെ കുറിച്ചുള്ളതാണ്. ഇത് ആ കൂട് ഒരുമിച്ച് അവരെടുത്തുകൊണ്ട് വരുന്നതാണ്. അത് ലാർവ വിരിഞ്ഞ് 1-2 ദിവസം കൊണ്ട് ആ കടന്നലുകളെ ഇവർ വിൽക്കും. നല്ല വിലയുണ്ട് ഇതിന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏകദേശം ഒന്നിന് 4500 രൂപയ്ക്കാണ് പറയുന്നത്. അതായത് ഒരു കടന്നലിൻ്റെ ലാർവയ്ക്ക് ഏകദേശം 100 രൂപയോളം വില വരുന്നുണ്ട്. ഈ പട്ടുനൂൽപ്പുഴുവൊക്കെ ഫാമിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. ഇതിന് വേണ്ടി തന്നെ, വളർത്താൻ വേണ്ടി തന്നെ, വിൽക്കാൻ വേണ്ടി തന്നെ വളർത്തുന്നതാണ്. ഈ കടന്നൽ കൂടിലെ വെളുത്ത പ്രതലം എടുത്ത് പൊക്കി മാറ്റി കഴിഞ്ഞാൽ അതിനകത്തൊരു കുഞ്ഞുണ്ടാവും. അത് ലാർവയായിരിക്കും. അത് വിരിയുന്ന ആ സമയത്താണ് നമ്മളതിന് ഉപയോഗിക്കുന്നത്. ഈ കാറ്റിൽ നിന്ന് പിടിക്കുന്ന, അതായത് മുളക്കുള്ളിൽ നിന്ന് പിടിക്കുന്ന എലിയാണ് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം അതിൻ്റെ രക്തം ഇവർ ആസ്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. അതിൻ്റെ രക്തം എടുത്തിട്ട് അത് കുടിക്കുമെന്നാണ് പറയുന്നത്. അത് ഞാൻ കുറച്ചധികം നേരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് എവിടെയും കണ്ടെത്താൻ പറ്റില്ല. ഇവിടുത്തെ ഒരു കച്ചവടക്കാരി എന്നോട് പറഞ്ഞത് അതിപ്പോൾ അവൈലബിൾ അല്ല. അത് അവൈലബിൾ ആകുമ്പോൾ ഞാൻ അറിയിക്കാമെന്നൊക്കെയാണ്. കോഹിമയിലെ നാഗന്മാർ, അത് ഏത് ട്രൈബാണെങ്കിലും, നാഗന്മാർ തന്നെ പല ട്രൈബുകളുണ്ട്. അവരെല്ലാവരും ഈ ഭക്ഷണമെല്ലാം കഴിക്കും. പട്ടിയിറച്ചി, ഈ പറഞ്ഞ പോലെ കടന്നലിൻ്റെ ലാർവ, എലി, തവള ഇതെല്ലാം കഴിക്കും. ഇതിൽ പട്ടിയിറച്ചി മാത്രമാണ് ഫാമിൽ വളർത്താതെ പിടിച്ചുകൊണ്ട് വരുന്നത്. അത് മിക്കവാറും ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പട്ടിയിറച്ചി ഇങ്ങനെ ഒരു ഫാം, അല്ലെങ്കിൽ പട്ടികളെ വളർത്തുന്ന ഒരു ഫാമൊന്നും ഇല്ലാന്നാണ്. ഈ നാഗന്മാർ വേട്ടയാടിയാണ് ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. അവരുടെ ഗോത്ര ജീവിതത്തിൽ നിന്ന് തുടങ്ങി കുറച്ചധികം കാലം ഇങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ പട്ടിയിറച്ചി അല്ലെങ്കിൽ എലി ഇതൊക്കെ ഇവർക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാവില്ല. അതൊരു ഔഷധം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഇവർ ശീലിച്ചിട്ടുണ്ടാവുകയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റെല്ലാ ഭക്ഷണവും ഇവർ കഴിക്കുന്നുണ്ട്. കുരങ്ങനെ കഴിക്കുന്നുണ്ട്, മറ്റെല്ലാ ജീവികളും, വന്യജീവികളും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എലി മാത്രമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ, പട്ടിയിറച്ചി കഴിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിനായിട്ട് തന്നെ ആയിരിക്കും കഴിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.